എന്നാൽ പിന്നെ പാർലമെന്റ് അങ്ങ് പൂട്ടാം, സുപ്രീം കോടതി ഭരിക്കട്ടെ. ഈ ഒരു സ്വരം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമത്തെയും പോക്കറ്റ് വീറ്റോയെയും കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് BJP MP ആയിട്ടുള്ള നിഷികാന്ത് ദുബെ സോഷ്യൽ മീഡിയയിൽ തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് സുപ്രീം കോടതിയുടെ ജോലിയായി മാറിയിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് മന്ദിരം അത് അടച്ചിടാം എന്നാണ് അദ്ദേഹം വിനയപുരസരം സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ജാർഖണ്ഡിലെ ഗൊഡ മണ്ഡലത്തിൽ നിന്നുള്ള BJP MP ആണ് നിഷികാന്ത് ദുബെ. എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, സുപ്രീം കോടതി നിയമം ഉണ്ടാക്കിയാൽ പാർലമെന്റ് മന്ദിരം ഇവിടെ വേണ്ടല്ലോ, അത് നമുക്ക് അടച്ചിടാം. വഖഫ് നിയമത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതിയിലെ വാദം കേൾക്കലിന് മുമ്പ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു, നിയമസഭയുടെ കാര്യത്തിൽ കോടതി ഇടപെടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മൾ പരസ്പരം ബഹുമാനിക്കണം. നാളെ സർക്കാർ ജുഡീഷ്യറിയിൽ ഇടപെട്ടാൽ അത് ഉചിതമാണെന്ന് കരുതാനാകില്ല. അധികാരങ്ങളുടെ വേർതിരിവ് നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. എന്തായാലും വഖഫ് നിയമത്തിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ BJP MP ആയിട്ടുള്ള നിഷികാന്ത് ദുബെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആയിരുന്നു സുപ്രീം കോടതിയുടെ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്. യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജിയുടെ കേസ്, പോരാത്തതിന് കൊളീജിയത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, നരിമാൻ എന്ന് പറയുന്ന ജഡ്ജിയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇത് നിഷികാന്ത് ദുബെ രംഗത്തെത്തിയിരിക്കുന്നു. വഖഫ് നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് കേന്ദ്ര സർക്കാർ ബുധനാഴ്ച സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നുവെന്ന് നമുക്ക് നിങ്ങളോട് പറയാം. കേന്ദ്ര സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കുമ്പോൾ കോടതി ഒരു ഇടക്കാല ഉത്തരവ് പോലും പുറപ്പെടുവിച്ചില്ല. തുടർന്ന് ഏപ്രിൽ 17 നടന്ന വാദം കേൾക്കലിൽ വഖഫ് നിയമത്തിന്റെ ഇടക്കാല ഉത്തരവിന് മുമ്പുള്ള തർക്ക വിഷയങ്ങളിൽ വിശദമായ വാദം കേൾക്കലിനായി വീണ്ടും വാദങ്ങൾ അവതരിപ്പിച്ചു. മറുപടിക്കായി ഒരാഴ്ച സമയം തേടുകയും സുപ്രീം കോടതി വീണ്ടും ഇടക്കാല ഉത്തരവിന്റെ തീയതി നീട്ടുകയും ചെയ്തു. എന്നാൽ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളുടെ പ്രവേശനവും ഉപയോക്താവിന്റെ വഖഫ് സ്വത്തുക്കളിൽ എന്തെങ്കിലും മാറ്റങ്ങളും കേന്ദ്രത്തിന്റെ മറുപടി ലഭിക്കുന്നത് വരെ തടഞ്ഞിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വളരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. പാർലമെന്റ് മന്ദിരം പിന്നെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ആദ്യ സ്വരമാണ് ഇപ്പോൾ BJP MP യിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.